ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സാഗറിനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. കാരണം കൺമണിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. നല്ലൊരു കുട്ടിയാണെന്നുള്ളത് എപ്പോഴും പറയുമായിരുന്നു. അവൾ നല്ലവളാണ്, അവളായിരുന്നു സത്യസന്ധതയുടെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുജു പറയുന്നുണ്ട്, ഞാൻ അവളെ ഒരുപാട് വിശ്വസിച്ചു, പക്ഷേ അവൾ നമ്മളെ ചതിക്കുമായിരുന്നില്ലേ സാഗർ, എന്താണ് ഇങ്ങനെ എന്ന് പറയുന്നു. കൂട്ടത്തിൽ എല്ലാവരെക്കുറിച്ചും പറയുന്നുണ്ട്. വിദ്യയാണെങ്കിലോ ബലരാമനെക്കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. ഇതിനെല്ലാം തന്നെ ആ ബലരാമനും കാരണമാണെന്നുള്ളത്. അങ്ങനെ കൃഷ്ണനൊന്നും പറയാൻ പറ്റാതിരിക്കുകയാണ്. അങ്ങനെ അച്ഛനും അതുപോലെ തന്നെ ധനലക്ഷ്മിയും കൂടെ സംസാരിക്കുന്നു. ലക്ഷ്മി പറയുന്നത്, ഒരിക്കലും തന്നെ അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല, അവളെ തന്നെ ഞാൻ വിഷം കുടിപ്പിക്കുമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവളെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവിടെ അലിഗയിലെ സ്റ്റാഫ് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുകയാണ് ഞെട്ടിക്കുന്ന സത്യം. കൺമണിയെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ബലരാമനാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ബലരാമനെ സാഗറിനെയും സുജാതയും കൃഷ്ണനെയും ഒന്നും അവസാനിപ്പിക്കണം എന്നുള്ള യാതൊരു ചിന്തയില്ല. പക്ഷെ അവരുടെ സ്വന്തം മകനെ പോലെയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ സാഗറാണെങ്കിലോ ഇപ്പോൾ ബലരാമനോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു മകൻ്റെ സ്ഥാനമല്ലേ നിനക്ക് തന്നത് ഞാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആകെ ഭയങ്കര ഒരു പ്രശ്നത്തിൽ തന്നെയാണ് സാഗറും അതുപോലെ സുജാതയും നിൽക്കുന്നുണ്ട്. ബലരാമനെ അടിക്കുന്നൊക്കെ ഉണ്ട്. ഇനി മേല ഈ വീട്ടിൽ കാല് കുത്തരുത്, ഞങ്ങൾക്ക് മനസ്സിലായി പാമ്പിനെയാണ് ഞങ്ങൾ പാൽ കൊടുത്ത് വളർത്തിയതെന്ന രീതിയിലൊക്കെ സാഗർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഗറിനും സുജാതയ്ക്കും ഭയങ്കര വിഷമമാണ്. പക്ഷേ സാഗർ ഇത്രയും ചൂടായിട്ടും സുജാതയ്ക്കാണെങ്കിലോ ബലരാമനെ അങ്ങനെ ചെയ്യുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. കാരണം സ്വന്തം മകനെ പോലെ തനിക്ക് നഷ്ടപ്പെട്ട മകൻ തന്നെയാണ് അവൻ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സുജാത ഇപ്പോഴും നിൽക്കുന്നത്. അവൻ ഞങ്ങളെ ചതിക്കില്ല എന്നൊരൊറ്റ ഉറപ്പിൽ തന്നെയാണ് സുജാത ഇപ്പോഴും ബലരാമനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കാട്ടോ കാണിക്കുന്നത്. ഇന്നത്തെ പ്രഭവ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു എപ്പിസോഡിന് വേണ്ടി